കമ്മിറ്റിയോട് ശക്തമാക്കാൻ വേണ്ടി പോകുന്നത്. കൃത്യമായിട്ടുള്ള ചർച്ചകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ്. എല്ലാവർക്കും നമ്മുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സമ്മേളനം നല്ല രീതിയിൽ നമുക്ക് ബ്ലോക്ക് അഭിപ്രായമാണ്. ഇതേപോലെ റിപ്പോർട്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അതേപോലെ ഈ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിലെ എല്ലാ അംഗങ്ങൾക്കും ബജറ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ. ചർച്ചയിൽ പറയാനുള്ളത് ഇൻഷുറൻസിനെ പറ്റിയുള്ള സൂചനയാണ്. ജില്ലാ കമ്മിറ്റിയുടെ ഇൻഷുറൻസ് അത് ഏത് രീതിയിൽ നമുക്ക് നൽകുന്നു എന്ന് വ്യക്തതയില്ല. അതുകൊണ്ട് ബ്ലോക്കിന് അഭിപ്രായം വന്നു. അത് ആക്സിഡന്റ് വന്നാൽ മാത്രമാണോ, അല്ലെങ്കിൽ നോർമലായി ഇപ്പോൾ ഒരു അസുഖം വന്ന് കുറേ മാസങ്ങൾ കിടത്തി ജോലിക്ക് പോകാതെ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ അതിന് ഒരു അനുകൂലമില്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നത് ശരിയല്ല. അപ്പോൾ ആക്സിഡന്റിനെ മാത്രം വിശ്വസിച്ച് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും അസുഖം വന്നാൽ അതിനു വേണ്ടി ഹോസ്പിറ്റൽ ചെലവ് അത് ഏത് രീതിയിൽ എന്ന് പെർസെൻറ്റേജ് രീതിയോ എന്ന് വ്യക്തമാക്കണം. അതേപോലെ ഈ സൈറ്റ് വർക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു. ഇപ്പോൾ സൈറ്റ് വർക്കുണ്ടെങ്കിൽ നമുക്ക് അറിയിച്ചാൽ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് അതിനെ നിർത്താൻ സാധിക്കുന്ന ഒരു അനുകൂല സന്ദേശമാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ നൽകിയത്. അതുകൊണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഈ ജില്ലാ പഞ്ചായത്ത് നേരിട്ടുകൊണ്ട് നമുക്ക് ഈ സൈറ്റ് വർക്കറെ എങ്ങനെ നേരിടാൻ പറ്റും എന്ന് സർക്കാർ മുഖേന പഞ്ചായത്ത് മുഖേന നമുക്ക് ഒരു ഉറപ്പ് നൽകുന്ന വേണ്ടി ജില്ലാ യൂണിയൻ നമ്മുടെ ജില്ലാ കമ്മിറ്റി യൂണിയൻ അതിനെ നേരിട്ടുകൊണ്ട് ബ്ലോക്കിലാവട്ടെ മേഖല കമ്മിറ്റിക്കാവട്ടെ ഒരു ധൈര്യം പകർന്നുകൊണ്ട് അതെങ്ങനെ ഏത് രീതിയിൽ നിർത്താൻ പറ്റും സൈറ്റ് വർക്ക്. അതേപോലെ ഫാബ്രിക്കേഷൻ അലുമിനിയം ഫാബ്രിക്കേഷൻ അവർ സ്വന്തമായി വെൽഡിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. അതും കൂടി നിർത്തലാക്കാൻ സാധിക്കണം. നമ്മൾ യൂണിയൻ കൊണ്ട് നടക്കുന്ന ധൈര്യം ഉള്ളത് കൊണ്ട് എല്ലാ രീതിയിലും ഇപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ സർക്കാർ ഓഫീസുകളിൽ എഞ്ചിനീയർമാർക്ക് ഈ സൈറ്റ് വർക്ക് കൊടുക്കാറുണ്ട്. അവര് ഒരു വെൽഡിംഗ് അറിയുന്ന വ്യക്തിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനാണ്. അത് നമ്മുടെ ഷോപ്പിലേക്ക് അറിയാനും പറ്റുന്നില്ല. അതിനു വേണ്ടി ഈ പഞ്ചായത്ത് മുഖേന ഈ നടപടിക്ക് വേണ്ടി ജില്ലാ കമ്മിറ്റി ഇടപെടണം. അതേമാതിരി നമ്മുടെ ബജറ്റ് ബ്ലോക്ക് ആവട്ടെ ബജറ്റ് മേഖല കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി കർണാടക അതിർത്തി ഏരിയ ഉൾപ്പെടുന്ന സ്ഥലമാണ് ഉപ്പള, അതേപോലെ മത്സരം. അതുകൊണ്ട് അവരെയെല്ലാം നല്ല രീതിയിൽ യൂണിയൻ ജില്ലാ കമ്മിറ്റി നേരിട്ടുകൊണ്ട് നമുക്ക് യൂണിയനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന മെമ്പർമാർക്ക് ഇത് ഈ യൂണിയൻ കൊണ്ട് എന്ത് പ്രയോജനം, എന്ത് ഉറപ്പ് എന്ന വ്യക്തത കൊടുക്കാൻ സാധിക്കണം. ഇതുവരെയായിട്ട് എന്ന മെമ്പർഷിപ്പ് ചേർക്കാൻ പോകുമ്പോൾ അവർ ചോദിക്കുന്ന മറുപടിക്ക് നമുക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ സൈറ്റായിട്ട് പിടിക്കാനാവട്ടെ അല്ലെങ്കിൽ ലേബർ വിഷയമാവട്ടെ എന്ത് സംഭവിച്ചത്, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസാവട്ടെ എന്ത് വിഷയമുണ്ടെങ്കിൽ നേരിട്ട് ഇടപെടാൻ സാധിക്കാത്ത ഒരു ധൈര്യം ഇവിടെയാണ് നമ്മളിവിടെ കാണപ്പെടുന്നത്. അതിന് ജില്ല പൂർണ്ണമായിട്ടും ഈ ബ്ലോക്ക് കമ്മിറ്റിക്കാവട്ടെ മേഖല കമ്മിറ്റിക്കാവട്ടെ പൂർണ്ണ സപ്പോർട്ട് കൂടി അത് നമുക്ക് നേരിടാൻ കഴിയണമെന്ന് മനസ്സിലുള്ളത് എല്ലാവരും ആശംസിക്കുന്നു. Thank you.